സിനിമോസഫിയിലേക്ക് സ്വാഗതം. ദൂരെ നന്മതിന്മകളുടെ ആശയഭാരമില്ലാത്തൊരു മൈതാനമുണ്ട്. നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം. ജലാലുദ്ദീൻ റൂമിയുടെ പ്രസിദ്ധമായ ഈ കവിത ചൊല്ലിക്കൊണ്ടാണ് ഇംതിയാസ് അലിയുടെ റോക്ക് സ്റ്റാർ എന്ന സിനിമ തുടങ്ങുന്നത്. ഇത്രയധികം എന്നെ ബാധിച്ച ഒരു ഹിന്ദി സിനിമയുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല എന്നു തന്നെയാണ് ഉത്തരം. ജിന്ദഗി നാ മിലേഗി ദോബാര എന്ന സോയ അക്തർ ചിത്രം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം കടന്നുപോയ സമയങ്ങളിലെ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു. എന്നാൽ ഞാൻ എന്ന വ്യക്തിയുടെ കാഴ്ചപ്പാടുകളെയും ഫിലോസഫികളെയും പാടെ മാറ്റിമറിച്ച സിനിമയാണ് റോക്ക് സ്റ്റാർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോക്ക് സ്റ്റാർ എന്ന സിനിമയുടെ ഐഡിയോളജിയെക്കുറിച്ചാണ്. അപ്പോൾ ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിലവിൽ ജീവിച്ചിരിക്കുന്ന 5 ലെജൻഡറി സംവിധായകരുടെ പേര് പറയാൻ പറഞ്ഞാൽ തീർച്ചയായും ഞാൻ പറയുന്ന 5 പേരുകളിൽ ഒരു പേര് ഇംതിയാസ് അലി എന്നായിരിക്കും. ചെയ്ത മിക്ക സിനിമകളും മാസ്റ്റർ പീസാക്കുന്ന അപൂർവം സംവിധായകരിൽ ഒരാളാണ് ഇംതിയാസ് അലി. ഇംതിയാസ് അലി സിനിമകളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഫിലോസഫിയെക്കുറിച്ചും ചാനലിന്റെ ആരംഭകാലത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം, കണ്ടു നോക്കുക. ഇംതിയാസ് അലി സിനിമകൾ എല്ലാം തന്നെ മുന്നോട്ട് വെക്കുന്ന ഫിലോസഫി എക്സിസ്റ്റൻഷ്യലിസം അഥവാ അസ്തിത്വവാദമാണ്. എന്താണ് അസ്തിത്വവാദമെന്നും അതെങ്ങനെയാണ് ഇംതിയാസ് അലി സിനിമകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നെല്ലാം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ റോക്ക് സ്റ്റാർ എന്ന സിനിമയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. സൂഫി കഥകളിലും സൂഫി ആശയങ്ങളിലും ഇൻഫ്ലുവൻസ്ഡ് ആണ് ഇംതിയാസ് അലി. അത് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും പ്രകടമാണ്. കുട്ടിക്കാലത്ത് മുത്തശ്ശി സൂഫി കഥകൾ പറഞ്ഞു തരുമായിരുന്നുവെന്നും ആ കഥകളാണ് എന്നെ സ്റ്റോറി ടെല്ലർ ആക്കിയതെന്നും ഇംതിയാസ് അലി തന്നെ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ തമാശയിലെ വേദ ഇംതിയാസ് അലിയുടെ തന്നെ കുട്ടിക്കാലമായിരിക്കാം. ബേസിക്കലി റോക്ക് സ്റ്റാർ എന്ന സിനിമയും ഒരു സൂഫി കഥ തന്നെയാണ്. ഹീർ രാഞ്ച എന്ന സൂഫി കഥയുടെ മോഡേൺ അഡാപ്റ്റേഷനാണ് റോക്ക് സ്റ്റാർ എന്ന സിനിമ. ദേവദാസ് എന്ന കഥയുടെ മോഡേൺ അഡാപ്റ്റേഷനായ ദേവ് ഡിയെ പറ്റിയൊക്കെ നിരവധി ചർച്ചകൾ വരാറുണ്ട്. പക്ഷേ ഹീർ രാഞ്ചയുടെ അഡാപ്റ്റേഷനാണ് റോക്ക് സ്റ്റാർ എന്ന തരത്തിൽ അധികം ചർച്ചകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പ്രസിദ്ധ പഞ്ചാബി സൂഫി കവിയായിരുന്ന വാരിഷ 1766 ഈ കഥ രചിക്കുന്നത്. കഥാനായകനായ രാഞ്ച ഒരു ജാട്ട് കുടുംബത്തിലെ അംഗമാണ്. സിനിമയിലെ ജനാർദ്ദനനും ഒരു ജാട്ട് കുടുംബത്തിലെ അംഗമാണ്. 5 മക്കളിൽ ഇളയവനായിരുന്നു രാഞ്ച. അതിനാൽ തന്നെ പിതാവിന്റെ പ്രിയപുത്രനായിരുന്നു അവൻ. മറ്റു മക്കൾ കൃഷിയിൽ മുഴുകിയപ്പോൾ രാഞ്ച മാത്രം അതിലൊന്നും ശ്രദ്ധിക്കാതെ തന്റെ ഇഷ്ടവിനോദമായ ഓടക്കുയിൽ വായനയിൽ മുഴുകി. ഓടക്കുയിലുമായി ഗ്രാമം ചുറ്റലായിരുന്നു രാഞ്ചയുടെ പരിപാടി. അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായി രാഞ്ചയുടെ പിതാവ് മരണപ്പെടുന്നു. പിതാവിന്റെ മരണശേഷം വീട്ടിൽ ചെറിയ കലഹങ്ങൾ ഉടലെടുക്കുന്നു. സഹോദരന്മാരുടെ ഭാര്യമാരായിരുന്നു പ്രശ്നത്തിന്റെ കാതൽ. സിനിമയിലും അങ്ങനെയാണ്. പ്രശ്നം രൂക്ഷമായതോടെ രാഞ്ചയെ അവന്റെ സഹോദരന്മാർ വീട്ടിൽ നിന്ന് ഇറക്കിവിടുന്നു. തന്റെ പ്രിയപ്പെട്ട ഓടക്കുഴൽ മാത്രമെടുത്ത് വീട് വിട്ടിറങ്ങുന്ന രാഞ്ച കറങ്ങിത്തിരിഞ്ഞ് കഥയിലെ നായിക ഹീറിന്റെ ഗ്രാമത്തിലെത്തുന്നു. അവനിലെ സംഗീതത്തിൽ സ്വയം മറന്നിരുന്നു പോകുന്ന ഹീർ രാഞ്ചയുമായി അനുരാഗത്തിലാകുന്നു. എന്നാൽ ഇതറിഞ്ഞ ഹീറിന്റെ വീട്ടുകാർ അവളെ മറ്റൊരാളുമായി വിവാഹം കഴിപ്പിക്കുന്നു. ഹൃദയം നുറുങ്ങിയ രാഞ്ച അവളെയോർത്ത് വിരഹം പാടി ഗ്രാമങ്ങൾ തോറും അലയുന്നു. ഒരു ശിവയോഗിയെ കണ്ടുമുട്ടും വരെ രാഞ്ച യാത്ര തുടർന്നു. ശിവയോഗിയുമായുള്ള സമ്പർക്കം അവനെയും ഒരു യോഗിയാക്കി മാറ്റുന്നു. ഭൗതിക ലോകത്തോടുള്ള എല്ലാ ആസക്തികളും വിട്ടെറിഞ്ഞ് രാഞ്ച യാത്ര തുടരുന്നു. അപ്പോഴും അവന്റെ ചുണ്ടുകൾ ഹീറിന്റെ നാമം ഉരുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ വീണ്ടും ഹീറിന്റെ നാട്ടിലെത്തുന്ന രാഞ്ച അവളെ കാണുന്നതും പിന്നീട് വീട്ടുകാരുടെ സമ്മതത്തോടെ അവളെ വിവാഹം കഴിക്കുന്നതുമാണ് കഥ. എന്നാൽ ആ സമ്മതം ഒരു ചതിയായിരുന്നുവെന്ന് കഥയുടെ അവസാനം നമുക്ക് ബോധ്യമാകും. കല്യാണ ദിവസം അവളെ അവളുടെ വീട്ടുകാർ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്തും. ആ ഭക്ഷണത്തിന്റെ ബാക്കി കഴിച്ച് രാഞ്ച മരിക്കുകയും അവരെ രണ്ടുപേരെയും ഒരു ഖബറിൽ അടക്കം ചെയ്യുന്നിടത്തുമാണ് കഥയുടെ ക്ലൈമാക്സ്. ഈ ഒരു കഥയെയാണ് അതിന്റെ ഫിലോസഫി ഒട്ടും ചോർന്നു പോകാതെ ഇംതിയാസ് അലി സിനിമയാക്കിയിരിക്കുന്നത്. ഇംതിയാസ് അലി സിനിമകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ് യാത്ര. ഹൈവേ, തമാശ, ജബ് മെറ്റ്, ലവ് ആജുകൽ തുടങ്ങി ഒട്ടുമിക്ക സിനിമകളിലും യാത്ര ഒരു പ്രധാന ഘടകമായി തന്നെ ഇംതിയാസ് അവതരിപ്പിക്കാറുണ്ട്. എന്നാൽ അവ ബാഹ്യമായ ഒഴുക്കുകൾ മാത്രമാകില്ല എന്നതാണ് ഇംതിയാസ് അലി സിനിമകളുടെ പ്രത്യേകത. കേവലം ബാഹ്യമായ യാത്രകളായിരിക്കില്ല ഇംതിയാസ് അലിയുടെ കഥാപാത്രങ്ങൾ നടത്തുക. യാത്രക്ക് അവസാനം അവരെ തന്നെ മാറ്റിമറിക്കാൻ ഉതകുന്ന ആന്തരിക യാത്ര കൂടെ ആ കഥാപാത്രങ്ങൾക്ക് സംഭവിക്കും. യാത്രക്ക് അവസാനമാണ് ഹൈവേയിലെ വീറും ജബ് മെറ്റിലെ ആദിത്യയും അവരവരെ തന്നെ കണ്ടെത്തുന്നത്. ഒരു തുറവി എല്ലാ കഥാപാത്രങ്ങൾക്കും യാത്രക്ക് അവസാനം സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് ആത്മീയ വഴികളിൽ യാത്രക്ക് ചെറുതല്ലാത്ത പങ്കുള്ളത്. എത്രത്തോളം നമ്മൾ പുറം ലോകത്തിലൂടെ സഞ്ചരിക്കുന്നുവോ അത്രത്തോളം നമ്മൾ അകത്തിനകത്തേക്കും സഞ്ചരിക്കും.
തമാശയിലെ സൂഫി കഥാപാത്രം വേദിനോട് പറയുന്നുണ്ട്, ലൈലയ്ക്കു വേണ്ടി നീ മരുഭൂമി മുഴുവൻ താണ്ടി, പക്ഷേ ലൈല നിന്റെ ഹൃദയത്തിലായിരുന്നുവെന്ന് നീ അറിഞ്ഞില്ല. ഈ ഒരു സ്പിരിച്വൽ മെസ്സേജ് തന്നെയാണ് റോക്ക് സ്റ്റാറിലൂടെ ഇംതിയാസ് അലി പറയുന്നത്. ജനാർദ്ദന്റെ ആന്തരിക യാത്രയുടെ കഥയാണ് റോക്ക് സ്റ്റാർ. സൂഫി കഥകൾ പൊതുവെ ദൈവവുമായി അഥവാ സുപ്രീം സെൽഫുമായുള്ള മനുഷ്യന്റെ ബന്ധത്തെ വളരെ ലളിതമായി അനാവരണം ചെയ്യുന്നവയാണ്. അതായത് മജ്നുവിന്റെ ലൈലയും രാഞ്ചയുടെ ഹീറും ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. മജ്നു എന്നത് ദൈവമല്ലാത്ത എല്ലാ അസ്തിത്വങ്ങളും ഉൾക്കൊള്ളുമ്പോൾ ലൈല എന്നത് സുപ്രീം സെൽഫായ ദൈവത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നു. അഹം ബ്രഹ്മാസ്മി, അനൽ ഹക്ക് തുടങ്ങിയ തിയറികളുടെ ആകെത്തുകയാണ് വളരെ ലളിതമായി കഥകളിലൂടെ സൂഫികൾ അവതരിപ്പിക്കാറുള്ളത്. ഒരാളുടെ നിലനിൽപ്പിന്റെ പൊരുൾ കണ്ടെത്തുകയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നാണ് സൂഫികൾ ഉൾപ്പെടെയുള്ള ആത്മാന്വേഷികൾ വിശ്വസിക്കുന്നത്. ആ ഒരു പൊരുൾ പരമ്പൊരുളായ ദൈവമാണെന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ അത് തിരിച്ചറിയുക എന്നതാണ് കാര്യം. അറിയുക എന്നതും തിരിച്ചറിയുക എന്നതും രണ്ടാണ്. ഒരാൾ വിശ്വസിക്കുക എന്നാൽ അയാൾ അത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. അത് തിരിച്ചറിയുമ്പോൾ പിന്നെ അയാൾക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. അതായത് വേദനയാണ് കലയുടെ ഇന്ധനമെന്ന് ഘട്ടാനാബായി പറയുമ്പോൾ ആ വേദന ഫേക്കായി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ജനാർദ്ദനൻ. എന്നാൽ പതിയെ അയാൾ ആ വേദനയിലേക്ക് അയാൾ പോലും അറിയാതെ എടുത്തെറിയപ്പെടുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് ഘട്ടാനാബായി പറയുന്നതിന്റെ പൊരുൾ അയാൾ തിരിച്ചറിയുന്നത്. ആ തിരിച്ചറിവിന് അയാളുടെ പോലും സാക്ഷ്യം വേണ്ടതില്ല എന്നതാണ് മറ്റൊരു സത്യം. തിരിച്ചറിവിലേക്കുള്ള യാത്രയാണ് പൊതുവെ പ്രണയമായി സൂഫികൾ അവരുടെ കഥകളിൽ അവതരിപ്പിക്കാറുള്ളത്. ലൈലയെ തേടിയുള്ള മജ്നുവിന്റെ യാത്ര, ഹീറിനെ തേടിയുള്ള രാഞ്ചയുടെ യാത്ര, ഹീർ കൗറിനെ തേടിയുള്ള ജനാർദ്ദന്റെ യാത്ര. ആ യാത്രകളാണ് അവരുടെ തിരിച്ചറിവിലേക്കുള്ള യാത്ര. താൻ എന്താണെന്ന്, തന്റെ നിലനിൽപ്പ് എന്തിനാണെന്ന് ഒരാൾ ആ യാത്രകളിലൂടെ സ്വയം തിരിച്ചറിയുന്നു. ജനാർദ്ദനനെ ജോധാനാക്കുന്നതും രാഞ്ചയെ യോഗിയാക്കുന്നതും മജ്നുവിനെ ഭ്രാന്തനാക്കുന്നതും ഈ യാത്രയാണ്. ആ യാത്രയാണ് ഇംതിയാസ് അലി റോക്ക് സ്റ്റാർ എന്ന സിനിമയിലൂടെ വരച്ചിടുന്നത്. അഥവാ ഇൻഡിവിജ്വൽ സെൽഫിൽ നിന്ന് സുപ്രീം സെൽഫിലേക്കുള്ള യാത്രയാണ് റോക്ക് സ്റ്റാർ. ജനാർദ്ദനിൽ നിന്ന് ജോർദനിലേക്കുള്ള യാത്ര. റോക്ക് സ്റ്റാറിനെ കുറിച്ച് ഇനിയും പറയാനുണ്ട്. ഒരു കഥാപാത്രം തന്നെയായി മാറുന്ന റഹ്മാന്റെ BGM, പാട്ടുകളിലൂടെ പാരലൽ കഥ പറയുന്ന ഇർഷാദ് കാമലിന്റെ വരികൾ, അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ ഇനിയും ഒരുപാടുണ്ട് ഈ സിനിമയിൽ. അതൊക്കെ കൊണ്ട് തന്നെയാണ് റോക്ക് സ്റ്റാർ അത്രയും പ്രിയപ്പെട്ടതാകുന്നതും. അതെല്ലാം മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഈ വീഡിയോ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ വീഡിയോയെക്കുറിച്ചും റോക്ക് സ്റ്റാർ എന്ന സിനിമയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി, അനാലിസിസുമൊക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.